വൈദ്യരെ, എനിക്കൊരു വയറുവേദന. ഇന്നെന്താ കഴിച്ചത്? ഏതോ ഒരു പഴം തിന്നു. അതിന്റെ വേദനയാണോ എന്ന് സംശയമുണ്ട്. ഭാഗ്യത്തിന് ഏതോ ഒരു പഴം ഞാൻ തിന്നില്ല. ഏതു പഴം? മൂക്കൻ കുന്നിന്റെ തെക്കേ ചരിവിലെ മരത്തിൽ ഉണ്ടായ പഴമാ. അയ്യോ, പഴത്തിന് നീല നിറമാണോ? അതെ. എന്താ വൈദ്യരെ? അത് വിഷപ്പഴമാ. അപൂർവമായി മാത്രമേ ആ മരത്തിൽ പഴം ഉണ്ടാകാറുള്ളൂ. അയ്യോ, കുഴപ്പമായോ? താൻ ഈ ഇല തിന്ന് വേഗം. കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഇനി പേടിക്കാനില്ല. ഹാവു, ഇനിയും പേടിക്കണമെങ്കിൽ പഴം തിന്നണം അല്ലേ? ആ പഴം തിന്നാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആരും ജീവിക്കൂ. എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ. കണ്ടവരോടൊക്കെ പറയാം. പഴം കണ്ടവരാണോ എന്ന് എങ്ങനെ അറിയും? പഴം കണ്ടവരോടല്ല, നമ്മൾ കണ്ടവരോട്. ചേട്ടാ, മൂക്കൻ കുന്നിനടുത്തുള്ള നീലപ്പഴം തിന്നല്ലേ. വിരലിലെണ്ണാവുന്ന ദിവസമേ ജീവിക്കൂ. നീലപ്പഴം തിന്നല്ലേ. വിരലിലെണ്ണാവുന്ന. ചേട്ടാ, നമ്മൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? മരത്തിനടുത്ത് എഴുതി വെച്ചാൽ പോരെ, അതാ എളുപ്പം. ഈ മരത്തിലെ നീലപ്പഴം തിന്നരുത്, തിന്നാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ജീവിക്കൂ എന്ന് മൂങ്ങ വൈദ്യർ അറിയിക്കുന്നു. കുറച്ചു നേരം താൻ ഇവിടെ നിന്നോ. ആരെങ്കിലും ഇത് വായിച്ച സംശയം ചോദിച്ചാൽ പറയണം. സൂത്ര, വൈദ്യരുടെ അടുത്തേക്കാ ഇവൻ നീലപ്പഴം തിന്നു. അയ്യോ, വയറുവേദനിക്കുന്നേ. ഇത്രയും മുന്നറിയിപ്പ് കൊടുത്തിട്ടും പഴം നിന്നോ? ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ തിന്നത്. താൻ പറഞ്ഞോ? അത് സൂത്ര, വിരലിലെണ്ണാവുന്ന ദിവസം ജീവിക്കും എന്നല്ലേ. വിരലില്ലാത്തവർക്ക് കുഴപ്പമില്ലെന്ന് കരുതി